പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ, പണി തരാനാണ്. അത് മാറ്റാനുള്ള കാരണം രണ്ട് വ്യക്തികള്, വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ തൃശ്ശൂര് കോർപ്പറേഷൻ സ്റ്റേഡിയം, പാലസ് റോഡ് അല്ല പാലസ് ഗ്രൗണ്ട്, തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം അവിടെയാണ് നാളെ 31 ഉച്ചതിരിഞ്ഞ് 6 മണി മുതലാണ്. 4 മണി തൊട്ട് എൻട്രി തുടങ്ങും. ടിക്കറ്റ് വില കുറച്ച്, പ്രത്യേകിച്ച് ശരിക്ക് 500 അത് ക്ലോസ് ചെയ്തു. ഇപ്പൊ 1000 ആണ്. ശരിക്ക് ഇപ്പൊ 5000 വെക്കേണ്ടതാണ്. പക്ഷെ കുറച്ച് കോളേജസ് ഒക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞു, സ്റ്റുഡൻസിന് വരാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് 1000 രൂപയ്ക്ക് തന്നെ നൽകണം എന്ന് പറഞ്ഞപ്പോൾ ഇനി 1000 രൂപ തന്നെ ആക്കി കൂട്ടുന്നില്ല. പിന്നെ നാളെ മുതൽ രാവിലെ മുതൽ വെന്യൂല് സൈറ്റില് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. കൗണ്ടറിൽ നേരിട്ട് വരുന്നവർക്കും അവിടെ വാങ്ങാവുന്നതാണ്. രാജ്യം മുഴുവൻ ദുഃഖം ആചരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി തൃശ്ശൂർ പോലൊരു ഇത് നടത്തുന്നത് ശരിക്കും പറയാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന പോലെ അല്ല. ഇത് ആദ്യം ഫിക്സ് ചെയ്ത, അതിന് ശേഷമാണ് മരണം ഉണ്ടായത്. നമുക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. കൊച്ചി പോലും കാർണിവൽ പോലും പപ്പാനെ കത്തിക്കുന്നത് പോലും മാറ്റിവെച്ചു. അങ്ങനെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ വെല്ലുവിളി പോലല്ലേ? വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. കാരണം ഈ മരണം എപ്പോ വരും, ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനന മരണം, ജനിക്കുമ്പോൾ കുട്ടിയാണാണോ പെണ്ണാണോ, മരണം എപ്പോൾ, ജനനത്തിനും മരണത്തിനും ഇടയിൽ ആരെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇവരോടൊക്കെ സ്നേഹമുണ്ട്, നമ്മൾ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട്. നമുക്ക് അവരെ ഓർക്കാം, അവര് നല്ല കാര്യങ്ങള് അങ്ങനെയാണ്. ഇപ്പോ പലരും പല രീതിയിലാണ് അത് എടുക്കുന്നത്. ഓരോ സ്ഥലത്തെ കൾച്ചറാണ് ഓരോരുത്തരുടെ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടിയിൽ ഒരു ദിവസം വരികയായിരുന്നു. അപ്പൊ കുറെ ആൾക്കാര് വഴിയില് ആഘോഷിച്ച് മുമ്പോട്ട് പോവാണ്. അപ്പൊ കസാലയിൽ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്, സിഗരറ്റ് കത്തിച്ച് കണ്ണാടിയൊക്കെ വെച്ച് അടിപൊളി എന്നെ പോലെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരാള്. അപ്പൊ മുമ്പോട്ട് പോവാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ നല്ല രസമാണ്. ചെണ്ടൊക്കെ കൂട്ടി ഡാൻസ് കളിച്ച്, ഞങ്ങൾ ഇറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരം പോയി. ചേട്ടാ എന്നൊക്കെ പറഞ്ഞ്, അണ്ണ എന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കിട്ട് കൊടുത്തപ്പോഴാണ് കൈ തണുത്തിരിക്കുന്നു. അപ്പോ മരിച്ച കേസാണ്. അപ്പൊ മരിച്ചത് അവര് ആഘോഷമായിട്ട് കൊണ്ടുപോകണം. ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ അമേരിക്കൻ പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസ് ആയി. പിന്നെ അവര് പറയുന്നത് ശരിയാണ്, ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു, അയാൾ രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത്. അയാൾ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത്. അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ്. എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കരയുകയാണ്. അതൊക്കെയാണ് എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ്. അതായത് വയനാട്ടിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല എന്നല്ല, വയനാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാരണം രണ്ട് വ്യക്തികള്, വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. വയനാട്ടിൽ ഇങ്ങനെ മരണ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഒരു ആഘോഷം നടത്താമോ, ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത്. പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് കൊടുത്തു. അപ്പോ കോടതി പറഞ്ഞു, കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, കോടതി പറഞ്ഞു നടത്തുന്നോണ്ട് വിരോധമില്ല, പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താം. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി. വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അപ്പൊ അത്രയും ദിവസം മതിയാവില്ല ആ പെർമിഷന്. അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ, സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും. ആ സമയത്തിനുള്ളിൽ അപ്ലിക്കുന്നത് തീർന്നു പോകും. അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ, പണി തരാനാണ്. അവസാനം എന്തായി, കളക്ടർ ഇവരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോഴേക്കും അത് 28-ാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി. ആയി വരാൻ
അപ്പൊ അവസാന നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് നേരത്തെ കൂട്ടി ഇങ്ങോട്ട് മാറ്റി റിസ്ക് എടുക്കാതെ. അപ്പൊ പണി തന്നതാണ്, ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഒരു വിഷമമുള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സ് തന്നെ വിളിച്ചിട്ട് സങ്കടം പറയാം. കാരണം എല്ലാ റിസോർട്ടും ഫുള്ളായി. ഇപ്പൊ ബോച്ചയുടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു. അപ്പൊ ബോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാന്നുള്ളത്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലെ മിനറൽ വാട്ടർ പോലും തീർന്നു പോയി. ഞാൻ എന്നോടൊപ്പം ഒന്ന് നന്ദി പറഞ്ഞു. ഒരു മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി ബോച്ചെ. അത്രയും വലിയ ഉത്സവമായിരുന്നു. അപ്പോ ടൂറിസം കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ അതിന് മാത്രമല്ല ഈ പ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന 10-25 ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൽ അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും 100-400 പേരെ സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി മുമ്പിലിരുത്തി അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നല്ലോ. ഒരു മാനസിക ഉല്ലാസം. ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും ഒരു ദുഃഖത്തിലാഴ്ത്തല്ല വേണ്ടത്. നമുക്ക് മറക്കണം. മറവി മനുഷ്യർക്ക് ഉള്ളതാണ്. അതൊരു സിസ്റ്റമാണ്, പ്രക്രിയ ഉള്ളതാണ്, പാർട്ട് സയൻസാണ്. അപ്പൊ അതിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി 1 രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. പിന്നെ ഇതൊക്കെ എനിക്കൊരു പാഷനാണ്. ചില ബിസിനസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭനഷ്ടം നോക്കിയിട്ടൊന്നുമില്ല, അങ്ങോട്ട് നടത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റ് ഇല്ലാത്ത. അപ്പോ 40 ലക്ഷം രൂപ കഴിഞ്ഞ് ചെലവാക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ഫ്രീ. ഫ്രീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. കാരണം ഫ്രീ കൊടുക്കുമ്പോ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരിക. ടിക്കറ്റ് വയ്ക്കുമ്പോൾ നമുക്കൊരു 5000 അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്കായി, കുറേ ട്രാഫിക് ബ്ലോക്കായിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയി. ഇപ്രാവശ്യം എസ്റ്റേറ്റിനടുത്ത് 60,000 കിലോമീറ്റർ റോഡ് കിടക്കുന്നത്. എത്ര ആയിരം വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റിയാൽ പാർക്ക് ചെയ്യാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യമൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. അവസാനം പെർമിഷനൊക്കെ കിട്ടാനായി എല്ലാം ആയി. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ എടുത്തത്? കാരണം തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് സൺബേൺ പോലൊരു ഇവന്റ് നടക്കുന്നത്. കാരണം സൺബേൺ പോലുള്ള ഇവന്റ് നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കൊച്ചിയാണ്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കൂടുതലും എത്തുന്ന സ്ഥലമാണ്. തൃശ്ശൂർ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്തത്. കാരണം ബാംഗ്ലൂരിൽ എനിക്ക് ബോച്ചെ ക്ലബ്ബ്, റെസ്റ്റോറന്റ്, പിന്നെ ബോച്ചെ ഡിസ്കോത്തിക്ക്, പിന്നെ ബ്രൂവറി, ബിയറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് അവിടെ നടത്താമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാൻ ആലോചിച്ചു വയനാടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, വയനാട് ടൂറിസം ഒന്ന് പൊക്കിക്കൊണ്ടുവരണം. പിന്നെ എന്റെ 1000 ഏക്കർ അവിടെയുണ്ട്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടാണല്ലോ. വലിയൊരു സിറ്റുവേഷൻ അല്ലേ. മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ. വയനാട്ടിൽ വേറെ വലിയൊരു സംഭവം ഇല്ല. അപ്പൊ അവർക്ക് വലിയൊരു കാര്യം. പിന്നെ ഗസ്റ്റുകളൊക്കെ അങ്ങോട്ട് വരുമല്ലോ എന്നോർത്തിട്ടാണ് അത് വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്.